Boche Gold and Diamonds. Buy now, pay later. വാണിയംകുളം മാനൂർ റോഡ് നിർമ്മാണം വൈകുന്നതിനെ PWD ഓഫീസിൽ DYFI ഉപരോധം. കരാറുകാരനും ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം. യാത്രാദുരിതം കാണുന്നില്ല. പറയൂ മറുപടി പറയൂ. DYFI സിന്ദാബാദ്. DYFI സിന്ദാബാദ്. ചില ഉദ്യോഗസ്ഥർ സർക്കാർ നയങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയാണെന്നാണ് ആരോപണം. 2021 കരാർ ഉറപ്പിച്ച പദ്ധതി ജലജീവൻ മിഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം തുടങ്ങാനായില്ല. 1.5 വർഷം മുമ്പ് ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോഴും റോഡ് പണി തുടങ്ങിയില്ല. ഇതോടെയാണ് DYFI സമരവുമായി രംഗത്തെത്തിയത്. ഉപരോധം CPM ലോക്കൽ സെക്രട്ടറി K. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ ദ്രുതഗതിയിൽ നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് ചീത്തപ്പേരുണ്ടാക്കണം, ആ ഗവൺമെന്റിനെ മോശമാക്കണമെന്ന ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കോൺട്രാക്ടർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചന്ദ്രന്റെ ആ കാലാവധിയിലൊന്നും ഒരു തരത്തിലും ഉദ്യോഗസ്ഥർക്കെതിരെ പറയാൻ വേണ്ടി ചന്ദ്രനെ പരമാവധി വിളിച്ചു, ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വിളിച്ചു, ആ പണി പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. അതൊന്നും നടന്നില്ല, അയാളെ ടെർമിനേറ്റ് ചെയ്തു. പക്ഷേ ചന്ദ്രനെ സഹായിച്ചിരുന്ന ആളുകൾ എന്താണ്, ചന്ദ്രന്റെ അനിയന് രണ്ടാമതും കോൺട്രാക്ട് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ PWD ഡിപ്പാർട്ട്മെന്റിൽ ചന്ദ്രന് ചെയ്യാൻ കഴിയാത്തത് ചന്ദ്രന്റെ അനിയനും കഴിയില്ല എന്ന് ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗും ബിടെക്കും കഴിഞ്ഞ PWD ഉദ്യോഗസ്ഥർക്ക് മാത്രം ചന്ദ്രന്റെ അനിയന് ഈ റോഡ് പണി ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരണയിലേക്ക്. മേഖലാ പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷനായി. DYFI ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് K. രാഹുൽദാസ്, മേഖലാ സെക്രട്ടറി U. പ്രതീഷ്, വാണിയംകുളം പഞ്ചായത്ത് അംഗം സുജിത് P. രാജ്, EK. നിഷാദ്, T. വേലുദാസ് എന്നിവർ പ്രസംഗിച്ചു. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പു ലഭിച്ച ശേഷമാണ് സമരം അവസാനിപ്പിച്ചതെന്ന് നേതാക്കൾ അറിയിച്ചു. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.